ബ്രിട്ടനും കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പണ്ടുമുതൽക്കേ മൗറീഷ്യസിന്റെ ഭാഗമായിരുന്ന, എന്നാൽ ബ്രിട്ടീഷ് കയ്യാളിയിരുന്ന ചാഗോസ് ആർക്കിപ്പെലേഗോയുടെ പരമാധികാരം ബ്രിട്ടൻ മൗറീഷ്യസിന് തന്നെ തിരികെ നൽകിയുള്ള കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ഈ കരാർ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷിന്റെ അധികാരം കുറയ്ക്കുകയും ഇവിടെ രണ്ട് വലിയ സാമ്രാജ്യശക്തികളുടെ പവർ പ്ലേ അഥവാ ശക്തമായി തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയും ഇന്ത്യയും വലിയ ആഗോള ശക്തികളായിരിക്കെ ഇരുകൂട്ടരുടെയും സ്വാധീനം ഇന്ത്യൻ ഓഷ്യനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ സമുദ്രത്തിൽ ബ്രിട്ടൻ 1960 മുതൽ ചാകോ ആർക്കിപ്പെലാഗോയുടെ 60-ൽ പരം ചെറിയ ദ്വീപുകളായിരുന്നു ബ്രിട്ടീഷ് കയ്യാളിയിരുന്നത്. ബ്രിട്ടൻ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ബ്രിട്ടനിൽ നിന്നും ആർക്കിപ്പെലാഗോയെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാസിയ അമേരിക്കയ്ക്ക് പാട്ടത്തിന് കൊടുക്കുകയും അവിടം അമേരിക്കയുടെ പ്രധാന സൈനിക താവളമായി വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു. മൗറീഷ്യസിന്റെ കാര്യമെടുത്താൽ മൗറീഷ്യസുമായി ഇന്ത്യക്കുള്ള ബന്ധം വളരെ പഴക്കം ചെന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇരു രാജ്യങ്ങളും അവരുടേതായ ശക്തമായ സാംസ്കാരിക ബന്ധങ്ങൾ ഇന്നും പുലർത്തുന്നവരാണ്. മൗറീഷ്യസിലെ 70% വരുന്ന മൗറീഷ്യൻസ് ഇന്ത്യൻ ഒറിജിനാണെന്നുള്ള വസ്തുത ഇന്ത്യക്ക് മൗറീഷ്യസുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മൗറീഷ്യസിനോട് ഒരു പ്രത്യേക വൈകാരിക അടുപ്പം ഇന്നും ഇന്ത്യ സൂക്ഷിക്കുന്നത്. ഇരു കൂട്ടരുടെ ബന്ധം വ്യാപാര നിക്ഷേപ മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട്. മൗറീഷ്യസുമായുള്ള ബന്ധത്തിൽ നയതന്ത്രപരമായി ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം നിലനിർത്താൻ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൗറീഷ്യസിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കുറെ കൂടി ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതാണ്. മെട്രോയുടെ നിർമ്മാണം, സുപ്രീം കോർട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മൗറീഷ്യസിന്റെ മനസ്സിൽ ഇന്ത്യക്കുള്ള സ്ഥാനം വികാരാതീതമാണെന്നാണ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എയർ മൗറീഷ്യ നഷ്ടത്തിലായപ്പോൾ എയർ മൗറീഷ്യ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ എയർലൈൻസിനോട് സഹായം നേടിയതും ഇന്ത്യ മൗറീഷ്യസ് ബന്ധത്തിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാക്കി തരും. മൗറീഷ്യയുടെ മറ്റൊരു തന്ത്രപ്രധാനമായ ദ്വീപാണ് അഗലേഗ. അഗലേഗയിൽ ഇന്ത്യ 2015-ൽ ഇന്ത്യയുടെ പുതിയ വിമാനപാതയും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇന്ത്യ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശക്തമായ സ്ഥാനം സമുദ്രത്തിന് മേൽ നയതന്ത്രപരമായി വൻ സ്വാധീനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വഴി ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന മാരിടൈം ചെക്കോ പോയിന്റ്സും നാവിക പ്രവർത്തനങ്ങളും ഇന്ത്യക്ക് അനായാസം നിരീക്ഷിക്കാൻ സാധ്യമായിരിക്കുകയാണ്. ചെക്കോ പോയിന്റ്സ് എന്നാൽ ഇതിലൂടെയാണ് ആഗോള വ്യാപാരവും ചരക്ക് നീക്കവും നടക്കുന്നത്. ഒമാൻ, മഡഗാസ്കർ, സീഷെൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കൂട്ടുചേർന്ന് ഇന്ത്യയുടെ ശക്തമായ സൈനിക കരാറുകൾ ഇന്ത്യൻ ഓഷ്യൻസിൽ ഇന്ത്യക്ക് വല്ലാത്തൊരു സ്ട്രാറ്റജിക് മൈലേജ് ആണ് തരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് എതിരെ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ചൈനയുടെ സ്ട്രാറ്റജിക് മൂവ്മെന്റും നമുക്ക് കാണാൻ സാധിക്കും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പോളിസി വഴി ചൈന ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം ശക്തമായി കടുപ്പിക്കുന്നുമുണ്ട്. 2019-ൽ ചൈന മൗറീഷ്യസുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ കരാറായിരുന്നു. ചൈന ഒരു ആഫ്രിക്കൻ രാജ്യവുമായി നടത്തിയ ആദ്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന പ്രത്യേകത ഈ കരാറിനുണ്ടായിരുന്നു. ഈ കരാറിലൂടെ ചൈനയ്ക്ക് ആത്യന്തികമായി ദ്വീപ് രാഷ്ട്രത്തിന് മുകളിൽ സാമ്പത്തിക നിയമപരമായ നിർണായകമായ സ്വാധീനമാണ് അന്ന് ചൈനയ്ക്ക് കിട്ടിയത്. ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മൗറീഷ്യസിൽ നടത്തുമ്പോഴും ചൈന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, പോർട്ട് മോഡേണൈസേഷൻ തുടങ്ങിയ പ്രൊജക്റ്റുകൾക്ക് ഫണ്ടുകൾ നൽകി ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ് ചൈന ഇന്ത്യക്ക് ഉയർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടൻ മൗറീഷ്യസ് കരാർ വഴി ഇന്ത്യ അനുകൂല ദ്വീപ് രാഷ്ട്രമായ മൗറീഷ്യസിന് ചാഗോ ആർക്കിപ്പെലേഗോയുടെ നിയന്ത്രണം കിട്ടുക വഴി ഇന്ത്യക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇന്ത്യ അനുകൂല നിലപാടുള്ള മൗറീഷ്യസ് ചാഗോ ദ്വീപുകൾ അധികാരം കൈവാങ്ങുന്നതിലൂടെ മൗറീഷ്യസിന്റെ ദ്വീപുകളുടെ മേൽ ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കുന്നു. ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമുദ്രപരിധി ബോധവും കാവൽ ശേഷിയും മെച്ചപ്പെടുത്താൻ സാധ്യമാവുന്നതാണ്. അമേരിക്ക ഡീഗോ ഗാസിയ അമേരിക്കയുടെ സൈനിക താവളമായി ഉപയോഗിക്കുമ്പോൾ മൗറീഷ്യസിന്റെ പരമാധികാരവും ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം കൂടിയാകുമ്പോൾ ഇതുവഴി അമേരിക്ക, ഇന്ത്യ, മൗറീഷ്യസ് എന്ന ട്രയാങ്കിൾ പവേഴ്സ് വഴി മൂന്ന് കൂട്ടർക്കും പരസ്പരം ശക്തമായ പ്രതിരോധ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റാവുന്നതാണ്. അതുമൂലം ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂട്ടായ്മ ഇന്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ഓപ്പറേഷൻസ് ഏകോപിപ്പിക്കുന്നതിനും വളരെ അനായാസം സാധ്യമാകുന്നു. ചൈനയാവട്ടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്സ് എന്ന പോളിസിയുടെ മറവിൽ ഡെപ്റ്റ് ട്രാപ്പ് പോളിസി അഥവാ
കടക്കെണി തന്ത്രത്തിലൂടെ ഓരോ രാജ്യത്തിൻ്റെയും നയതന്ത്ര മേഖല പിടിച്ചെടുക്കുന്നു. പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം, ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട, ഡിജിബൌട്ടി അടക്കം തുറമുഖ പ്രവേശനവും നാവിക കരാറുകളും സാധ്യമാക്കിയിരിക്കുകയാണ്. ചൈനയുടെ കള്ളത്രാസ് എടുക്കാതെ നയതന്ത്രത്തിന്റെ ശരിയായ മാർഗത്തിലൂടെ ഇന്ത്യക്കും തന്ത്രപ്രധാനമായ തന്റേതായ സ്വന്തം സൈനിക താവളങ്ങൾ ആവശ്യമുണ്ട്. അതിനായി ചാഗോസ് ദ്വീപുകൾ, അഗലേഖ തുടങ്ങിയ മറ്റ് ദ്വീപ് കൂട്ടുകെട്ടുകൾക്ക് ചൈനയുടെ വികസിക്കുന്ന സൈനിക താവളങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണിത്. ചാഗോസ് ദ്വീപുകളിൽ ഇന്ത്യ സ്വാധീനം ചെലുത്തുന്നത് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തിയായി ഇന്ത്യ മാറുമെന്ന് ആഗോള രാജ്യങ്ങൾ ശരിവെക്കുന്നുമുണ്ട്. ചാഗോസ് ദ്വീപുകളിലെ ഇന്ത്യയുടെ സ്വാധീനം ഇന്റർനാഷണൽ മാരിടൈം ക്രൈംസ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സ്മഗ്ലിംഗ്, പൈറസി അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യയുടെ സൈനിക ശക്തിയിലൂടെ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാഗോസ് ദ്വീപുകളുടെ കൈമാറ്റം ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപരമായ അവസരം വളരെ പ്രധാനപ്പെട്ടതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്റേതായ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിനുള്ള കാരണം ഇന്ത്യ എന്ന വമ്പൻ ശക്തിയുടെ ഇന്ത്യൻ സമുദ്രത്തിലെ സ്വാധീനത്തിന് വളർച്ചയെക്കുറിച്ച് നല്ലപോലെ ഭയക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നേരിട്ട് ചൈന ആക്രമിക്കില്ല. കാരണം ചൈന പുറം കടൽ കാണണമെങ്കിൽ ഇന്ത്യ വിചാരിക്കണം എന്നുള്ളതുകൊണ്ട്. ചൈനയുടെ 2/3 കടൽ വ്യാപാരവും അതിൽ 80% ഇറക്കുമതി ചെയ്യുന്ന എണ്ണയും ഇന്ത്യ വിട്ട് പുറത്തു കടക്കണമെങ്കിൽ മലാക്ക ഇടുക്ക് താണ്ടണം. എന്നാൽ മലാക്ക ഇടുക്ക് പ്രായോഗികമായി നിയന്ത്രിച്ചു പോരുന്ന ഇന്ത്യയാണ്. കാരണം ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് തന്നെ മലാക്ക ഇടുക്ക് നിയന്ത്രിച്ചു പോരുന്നത് ആൻഡമാൻ ദ്വീപുകളാണ്. അതുകൊണ്ട് തന്നെ ചാഗോസ് ദ്വീപുകളുടെ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ മേഖലയിൽ ഇന്ത്യക്ക് സ്വാധീനം ഉറപ്പിക്കാം. ആൻഡമാൻ ദ്വീപുകളുടെ സ്ഥാനം ഇന്ത്യക്ക് ഇന്ത്യൻ സമുദ്രത്തിന്റെ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ മേലും സ്വാധീനം ഉറപ്പിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെയും ഇന്ത്യയുടെയും പവർ പ്ലേ നമുക്കിനി നോക്കിയിരുന്ന് കാണേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.